ഹലോ ഗൈസ്, ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര പോവുകയാണ്. അപ്പം സമയം ഇപ്പം എത്രയാണ്? 2:15 അല്ലേ? അപ്പൊ നമ്മളെല്ലാരും കൂടെ പോവാണ്. ഞാനുണ്ട്, ആദ്യം ഇവിടെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മച്ചി ഇവിടെ പോകേണ്ട കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൂടെ ഓക്കെ. അപ്പോൾ ഇത് നമ്മളെ സാധനമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ ജീപ്പാണ്. ജീപ്പിൽ ഇപ്പോൾ അധികം സാധനം കൊള്ളാത്തത് കൊണ്ട് നമ്മളെല്ലാം കൂടി നമ്മളെ കിറ്റിൽ സാധനം കയറ്റിയിട്ടാണ് ഉള്ളത്. ഒരുപാട് ദിവസത്തേക്കുള്ള സാധനങ്ങളൊന്നുമില്ല, ഒരു 2-3 ദിവസത്തേക്കുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി യാത്രയിൽ കാണാം അല്ലേ? ഇതാ ആസിയത കുട്ടീനൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സമയം ഇതാ 2:20. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് യാത്രയിൽ കാണാം. അപ്പൊ നമ്മള് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 മണിയാണ് സമയം ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിപ്പോ 2:35 കഴിഞ്ഞ്. കുറച്ച് ലേറ്റായി, ഒരുപാടൊന്നുമില്ല, കുറച്ച് ലേറ്റായി. അപ്പൊ അതാ നമ്മളെ മുന്നില് നമ്മളെ ഇക്കാക്കിയും ഉമ്മയും അനിയനും അമ്മായിയും ഉണ്ട്, പിന്നെ ആദംകുട്ടിയും. നമ്മളിവിടെ ഞാനും എൻ്റെ ഓള് പിന്നെ നമ്മളെ മക്കളും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ലഗേജ് താറായതുകൊണ്ട് ഒരു സാധനം കയറ്റാൻ പറ്റുന്നില്ല. അതിലെല്ലാ സാധനം നമ്മുടെ കിറ്റിൽ കയറ്റിയിട്ടാണ് ഉള്ളത്. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട കാര്യം നമ്മുടെ കുഞ്ഞു വണ്ടിയിൽ തന്നെ എല്ലാം വേണം. പിന്നെ അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് അധിക വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമ്മളെ ഫാമിലി എൻജോയ് ചെയ്യാൻ പോവാണ്. നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ടേക്ക് കാണാം അല്ലേ? ഓക്കെ. സൈഡായി. അപ്പം പിന്നെ നമ്മളിനി ആനച്ചാല് അല്ലെ പോകുന്ന സ്ഥലത്തിന്റെ പേരോ? പോകുന്ന സ്ഥലത്തിന്റെ പേര് ആനച്ചാല്. എനിക്കറിയില്ല, അവിടെ റേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് മാത്രമേ എന്റെ മൈൻഡിൽ റേഞ്ച് കാര്യമല്ല. ഇക്കാക്കാന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഒരു പ്രോപ്പർട്ടിയിലൊക്കെ പോകുന്നത് ഇക്കാക്കാന്റെ ഒരു സുഹൃത്തിന്റെ. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കിയില്ല. അവര് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും പാടില്ല, ഒരു 10-40 വർഷം. ഒരു മിനിറ്റ്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും പാടില്ല, ഈ 10-40 വർഷം പിറകോട്ട് നിങ്ങൾ പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് ആദ്യം അവര് പറഞ്ഞിട്ടുണ്ട്. പഴയൊരു വില്ലയും അല്ല വില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓഫ് റോഡൊക്കെ കയറിയിട്ട് അങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി പോലെ അവരെന്നെ വണ്ടി ഇതാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്, പാർക്ക് ചെയ്തിട്ട് പോവാൻ വേണ്ടിട്ടാണ്. ഇല്ല, താറ് കയറില്ല, അത് 2 വീലർ ഡ്രൈവ് അല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മള് ആഫ്റ്റർ നമുക്കൊരു 4 വീലർ ഡ്രൈവ് എടുക്കണം അല്ലേ? പിന്നെയുണ്ടല്ലോ, രാത്രി ആരും ഉറങ്ങാത്തോണ്ടേ എല്ലാരും നല്ല ടയേർഡാണ്. പക്ഷെ നമുക്ക് ടയേർഡായിരിക്കാൻ പറ്റില്ലല്ലോ, ഡ്രൈവ് ചെയ്യണല്ലോ. ഞാനും മറ്റേ വണ്ടിയിലാണെങ്കിൽ ഇക്കാക്കി അനിയനും ഉണ്ട്. അപ്പൊ ഇതെന്താ എന്നെ ഇട്ടിട്ട് നീ പറയുന്നത്? അല്ല, ഞാൻ കൊറേ പ്രാവശ്യം ചോദിച്ചതാണ്. ഇങ്ങനെയാണ് ആൾക്കാരെ മുമ്പിൽ എന്നെ കുറിച്ച് വെറുതെ അപവാദം പറയും. പക്ഷെ എന്റെ ഓളെ ഇങ്ങനെ എനിക്ക് കഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. അങ്ങനെയല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മള് നേരെ പോകുന്നത് ഏതോ ബൈപ്പാസാണ്, പണി തീർന്നുകൊണ്ടിരിക്കുന്ന ബൈപ്പാസാണ്, അറിയില്ല. മഴയല്ല, അത് നമ്മളെ ആവി ഓടിക്കുന്നതാണ്. രാവിലെ തന്നെ ഏതാണ്ട് നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു കാഴ്ച അല്ലേ. ഇനിയിപ്പോ നമുക്ക് നേരെ
ആനപ്പാറ പിടിക്കാതെ. ഇനി അവിടെ എത്തിയുള്ള വിശേഷങ്ങള് റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യും അല്ലേ? നമ്മളിവിടെ എത്തിറങ്ങിക്കാം. നമ്മളെവിടെ എത്തിയെന്ന് അറിയില്ല. നമ്മളിപ്പോ മറ്റേ അടിമാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അടിമാലി എത്തിയില്ല. അടിമാലിയിലേക്ക് ഇനി 30 കിലോമീറ്റർ. അടിമാലിയിലേക്ക് 30 ഉണ്ടല്ലേ? അടിമാലിയിലേക്ക് 30 ഉണ്ട്. നമ്മളെക്കാള് മുന്നേ വിട്ടതാണ്. നമ്മളെ ഇക്കാക്കില്ലേ, മുന്നേ വിട്ടേ. ഇതുവരെ അവര് എത്തിയില്ല. അവര് 15 കിലോമീറ്റർ പിറകിലുണ്ടെന്നാ പറയുന്നത്. അവര് പകുതിക്ക് നിർത്തിയിട്ടൊക്കെ വരുന്നതായിരിക്കും. പകുതിക്ക് നിർത്തിയത് മാത്രല്ലേ, പിന്നെ അവര് ട്രാഫിക് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അവര് നമ്മളെപ്പോഴും ടോള് വെട്ടിച്ചിട്ട് വരാനല്ല നോക്കുന്നത്. അവര് ടോളും കൊടുത്ത് വന്നിട്ട് ലാസ്റ്റ് പാലിയേക്കര ടോളാണ്. അവൻ പറയുന്നത് വെച്ചിട്ട് പാലിയേക്കര ടോളിന് പൈസ കൊടുത്ത് നഷ്ടമാണെന്ന് പറയുന്നത്. ഫുൾ കട്ടറാന്നാ പറയുന്നത് അതുവഴി വരുമ്പോ. അപ്പം അവര് ടോളും കൊടുത്ത് ട്രാഫിക്കിലും കുടുങ്ങിയ അതാണ് ഇത്ര ലേറ്റ് ആയത്. പിന്നെ ഞാൻ അത്യാവശ്യം നല്ലപോലെ ഉറങ്ങി എണീറ്റ് റമീസ്ക വണ്ടി ഓടിച്ചു കുഴഞ്ഞു. പക്ഷെ എനിക്ക് ഭക്ഷണം വാങ്ങി തരാത്തതിന്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവരൊരു ഹോട്ടലിൽ കയറി. എന്നിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ ആ ഹോട്ടലിൽ പുറത്തുനിന്ന് കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു വൃത്തി തോന്നുന്നില്ലാന്ന്. എന്നിട്ട് പിന്നെ റമീസ്കാക്ക് വിശക്കുന്നോണ്ട് അങ്ങോട്ടേക്ക് കയറ്റി ആ ഹോട്ടലിൽ കയറിയപ്പോ അതിന്റെ അന്തരീക്ഷം കണ്ടപ്പോ തന്നെ എന്റെ കിളി മാറി. പിന്നെ നോക്കുമ്പോ മര്യാദക്ക് കറികളില്ല, മര്യാദക്ക് ഫുഡില്ല. ഞാൻ വാങ്ങിയ ഭക്ഷണം തിരിച്ചു കൊടുത്തിട്ട് ചായ മാത്രം കുടിച്ചിറങ്ങി. ഞാനെന്ത് ചെയ്യാനാ, എനിക്ക് വിശന്നിട്ട് ഞാൻ കയറിയതാണ്. നോക്കുമ്പോഴത്തേക്ക് മെനയില്ല. എന്നിട്ട് ഹസ്ബൻഡ് ബാത്റൂമിൽ പോണെന്നാണ്. ബാത്റൂമിൽ പോയപ്പോ കഷ്ടം. ചെറിയ കുട്ടിയോള് ഓളൊന്ന് വേണ്ട വെച്ച് നമുക്ക് വീട്ടിലെ ബാത്റൂമിൽ പോവേ. നമുക്ക് ഇവിടെ കയറിയാലോ? എന്തിനാ ഇവിടെ എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ നോക്കട്ടെ. അവിടെ അടച്ചിട്ടിരിക്കുന്ന കാണുന്നില്ലേ? എന്തുവാ ഇത്? മാഞ്ഞാലി ബിരിയാണിയാ? അടച്ചിട്ട കടയിൽ കയറിയിട്ട് ഇവിടെ സ്പെഷ്യൽ മാഞ്ഞാലി ബിരിയാണി, പൊരിച്ച കോയിന്റെ ബിരിയാണി. അത് ബോർഡിൽ മാത്രം നോക്കരുത്, കടയുടെ ഷട്ടറും കൂടെ. ആൾക്കാരുണ്ടോ? ഞാനതാണ് ഈ നട്ടുച്ചക്ക് ഓർമ്മയില്ല. പിന്നെ കിളി മാറിയിരിക്കാണ് ഗൈസ്. ഓ പാവം, പോയിക്കോട്ടെ. ഉണ്ടല്ലേ? നല്ല വ്യൂ ആയിട്ടുണ്ട്. നല്ല വെയിലും ചൂടൊക്കെ വന്നിട്ടുണ്ട്. റെഡി ആയിട്ടില്ലേ? ഓ മലയാളി അറിയട്ടെ. രമേശ് കഷ്ടപ്പെട്ട് ഹിന്ദി പറഞ്ഞപ്പോ അവര് മലയാളത്തിലായിട്ടില്ല സാർ. എന്താ ഇവിടെയാണ് ചീയപ്പാറ വാട്ടർഫോൾ കേട്ടോ. ഒരു 11 കിലോമീറ്റർ പോയാൽ നമുക്കത് കാണാം. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇതൊരു കോപ്പിറൈറ്റ് ഒരു ഒഴിപ്പാട്ട്. പിന്നെ സ്വന്തം ഇങ്ങനെ കാണാതാകാൻ വേണ്ടി കോപ്പിറൈറ്റ് അല്ല. വേടം വല്ല കൊട്ടേഷൻ കൊടുത്ത് കൊല്ലോ നോക്കിയാ മതി. കോട്ട ഫയൽ നല്ല തണുപ്പാന്നൊക്കെ പറഞ്ഞിട്ടും നല്ല ചൂടാട്ടോ. വെറുതെ ആ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ട് വന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മള് പോകുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് പക്ഷെ ചെറിയൊരു തണുപ്പ്. അത് എസിന്റെ തണുപ്പാ. ഇത് നമ്മൾ പോകാൻ പോകുന്ന ഏരിയ കുറച്ച് ഇവിടെ കയറി നമുക്ക് നല്ല ഫുഡ് കിട്ടും. കള്ള് നോക്കണ്ട, കള്ള് ഷാപ്പ് നോക്കണ്ട, കേറി കുടിച്ച് അല്ല കഴിച്ചു വാ. പിന്നെ ഫോറസ്റ്റിലേക്ക് കയറിയല്ലേ? ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. അയ്യോ നമ്മൾ അടിമാലി എത്തുന്നതിന് മുന്നേ ഒരു നല്ല അടിപൊളി വെള്ളച്ചാട്ടം കെട്ടിയിട്ടുണ്ട്. എന്താ പറയാ, അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊരു വർണ്ണിക്കാൻ പറ്റുന്ന ഇതായിരിക്കും. മേലിന്ന് തുടങ്ങിയിട്ട് താഴോട്ടേക്ക് അടിപൊളി കേട്ടോ. അടിമാലി എത്തിയില്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഈ മൂന്നാർ ഈ ഏരിയയിലോട്ട് വരുന്നവർക്ക്
എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാനായിട്ട് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ കാറ്. ഒരുപാട് സഞ്ചാരികൾ, എനിക്ക് തോന്നുന്നു മൂന്നാറിലോട്ട് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് പോവാല്ലേ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം. അവിടുന്ന് വരുന്നത് താഴോട്ടേക്ക് ഒഴുകി പോകുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കപ്പിൾസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് എല്ലാരും ക്ഷീണിതരാണ്. അനിയനൊക്കെ ഛർദിച്ച് കോളാക്കി നിൽക്കാണ്. ഉമ്മ അതേപോലെ ടയേർഡായിട്ട് ഇരിക്കുകയാണ്. എല്ലാരും ടയേർഡാണ്. ഇത്ര ലോങ് വന്നതല്ല. അപ്പൊ നമ്മളിവിടെ അടിമാലി ഒരു കഞ്ഞിക്കട കണ്ടില്ലേ, അടിമാലി. അപ്പൊ ഇവിടെ നമ്മളൊരു ഹോട്ടൽ നില, നമ്മുടെ കഞ്ഞിക്കട. എനിക്ക് തോന്നുന്നു ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയതാണ്. കഞ്ഞിക്കടയായിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നല്ല അടിപൊളി കഞ്ഞി. രസമില്ലേ ഇത്? കഞ്ഞിയൊക്കെ രസമില്ല പക്ഷെ കഞ്ഞി അടിപൊളിയല്ലേ? അൺലിമിറ്റഡ് കഞ്ഞിയാട്ടാ. അൺലിമിറ്റഡ് കഞ്ഞിയാട്ടോ. ഇവിടെ അൺലിമിറ്റഡ് കഞ്ഞി. എന്ത് അടുത്തൊക്കെ അല്ലേ? അവർ രണ്ടെണ്ണം അടുത്തൊക്കെ മാറാം. പക്ഷെ ഇതാ ആലി രണ്ടെണ്ണം അടുത്തൊക്കെയാ. ഒരുമിച്ച് എന്റെ സീറ്റ് കിട്ടി. കഞ്ഞിയും കുടിച്ചിറങ്ങിയപ്പോ ഒരു ചെറിയ മഴ, ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. നന്നായിട്ട് കഞ്ഞി കുടിച്ചിരുന്നു. നല്ല എന്താ പറയാ, നല്ല ക്വാണ്ടിറ്റിയിൽ കഞ്ഞി കഴിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോ. എല്ലാരും ടയേർഡാണ്. കാരണം വെച്ചാൽ നമ്മൾ രാത്രി ഉറങ്ങിയില്ല. ജസ്റ്റ് 1 hour അങ്ങനെ ഒന്ന് കിടന്നിട്ട് എഴുന്നേറ്റ് പിന്നെ അന്നേരം തുടങ്ങിയ ട്രാവൽ. വണ്ടിയില് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇടിയൊക്കെ പൊട്ടുന്നുണ്ടല്ലേ? നല്ല ഇടി. ഇന്നത്തെ സ്റ്റേ അടിപൊളിയായിരിക്കും. ഇന്നത്തെ പരിപാടി നിങ്ങക്ക് പറയണ ആയില്ല കേട്ടാ, വിളിച്ച് പറയട്ടെ. പിന്നെ ഇനി ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് നമ്മള് സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് ഓഫ് റോഡാന്നാ പറഞ്ഞത്. അപ്പൊ അവരെ വണ്ടി വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും. എന്നിട്ട് നമ്മളങ്ങോട്ടേക്ക് പോയി അവിടെ നന്നായിട്ട് കിടന്നുറങ്ങും. എഴുന്നേറ്റിട്ട് ബാക്കി കാര്യങ്ങള് അത്രേ ഉള്ളൂ. അപ്പൊ വെള്ളത്തിട്ട് കാണാം. ഞാൻ അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ടായിനെ. ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല. അമ്മ ഉറങ്ങിയിട്ടില്ല, അമ്മായി ഉറങ്ങിയിട്ടില്ല, റിഷാൻ ഉറങ്ങിയിട്ടില്ല. അന്തരീക്ഷത്തിന്റെ ആകെ ടയേർഡായി ഛർദിച്ചിട്ട് നമ്മള് പഴയ ലോറി റമിക്കാം മറ്റേതല്ലേ, മറ്റേ ദിലീപിന്റെ സിനിമയിലുള്ള സ്പിരിറ്റ്. അതെ. പക്ഷേ ടിപ്പറ. അപ്പൊ ശരി, നമുക്ക് കാണാം മുകളിലെത്തിട്ടല്ലേ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മള് വണ്ടിക്ക് ജീപ്പിൽ ചെറിയൊരു ഓഫ് റോഡായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ജീപ്പ്. അപ്പോൾ നമുക്കൊന്ന് ചെറുങ്ങനെ മുകളിലോട്ട് പോവാം ഓഫ് റോഡായിട്ട്. ഇതിന് പ്രത്യേക കഴിവെന്നെ വേണം. എല്ലാത്തിനും ഓഫ് റോഡാ.
അങ്ങനെ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ മണക്കുന്നേ? കാണിച്ചേ, അത് മണമുണ്ടോ? നമ്മള് ഏലത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണല്ലോ, ഇതായിട്ടില്ല അല്ലേ? അങ്ങനെ എന്താ നമ്മളിവിടെ ഏലത്തോട്ടത്തിലെത്തി. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇന്ന്. ഞാനും ആസിയും മക്കളും പിന്നെ ഉമ്മയും ഇക്കാക്കയും ഫാമിലിയൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. അത് കാണുമ്പോൾ ഒരു കൊച്ചു വീടാണ്. നോക്കണേ, ഉള്ളിലോട്ട് കയറുമ്പോഴേ ഇതാ ഇവിടെ ഒച്ചപ്പാടുമ്പോഴൊക്കെ തുടങ്ങി. ഉമ്മ 2 മാസമായി. ഒരു ഹായ് പറഞ്ഞൂടെ? ഹായ്. ഇവിടെ വെള്ളം നിറച്ച് വെച്ചാണ്. ഇത് വെള്ളം എങ്ങനെ മണ്ടയില് ചെറിയൊരു തോടുണ്ട്, ആ തോട്ടുന്ന് വരും. ആ ഓസ് ഞങ്ങള് ഇത് വെള്ളം ഓസിന്ന് വെള്ളം പിടിച്ച് വെക്കുന്നത്. ഇപ്പൊ ഇത് വന്നോണ്ടിരിക്കൂല്ലേ ഈ വെള്ളം? വെള്ളം എപ്പോഴും വന്നോണ്ടിരിക്കും. പക്ഷെ നമ്മള് പെട്ടെന്ന് മഴയൊക്കെ ആവുകയാണെങ്കിൽ കലക്കുവെള്ളം വരുമല്ലോ, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ കേറിയിട്ട് ഇവിടെ ചെറിയൊരു റൂം, ഇവിടെ ഒരു റൂമുണ്ട്. ഇത് നമ്മളെ ആദംകുട്ടി അസ്ബ. ആദംകുട്ടി, അത് അസ്ബ ഹായ് പറഞ്ഞ, ഹായ് ഹായ് പറ, ഹായ്. ഓക്കെ, ഇവിടെ എന്താണ് കൊച്ചു ടിവിയാ? എന്തൊരു ടി വി ഉണ്ട്, പഴയ ടി വി. അപ്പൊ ഇങ്ങനെ നമ്മൾ വീണ്ടും കയറി കഴിഞ്ഞാല് നല്ല തണുപ്പാട്ടോ. ഇവിടെയൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ചെറിയൊരു ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏലാണെന്ന് തോന്നുന്നു. അത് ഏലം സ്റ്റോർ ചെയ്ത് വെച്ചാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ വീണ്ടും കയറി കഴിഞ്ഞാല് വലിയൊരു വേറൊരു മുറി. ഇവിടെ ആലിയൊക്കെ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കുട്ടി പേര് എന്താ മോളെ പേര്? കുഞ്ഞു. കുഞ്ഞു എന്ത്? കുഞ്ഞു. ഓക്കെ, എനിക്ക് പേര് ക്ലിയർ ആയില്ല. ഇതൊക്കെ മണ്ണാട്ടോ. ആ ആണോ? എന്തൊക്കെയല്ലോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഇവിടുന്ന് ഇവിടേക്കെല്ലാം കിടക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മൾ തുറന്നു കഴിഞ്ഞാലേ നല്ല കീരാങ്കിരിക്കാന്നൊക്കെ പറയാം, അതിൻ്റെ സൗണ്ട്. പിന്നെ ഫുള്ള് ഏലത്തോട്ടാട്ടോ ഇതിൻ്റെ ഉള്ളില്. അങ്ങനെ ഇതിന്റെ ഏലത്തോട്ടൊക്കെ നമ്മള് ഭംഗി ആസ്വദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പോവാനായിട്ട് ഓക്കെ നമ്മുടെ കൊച്ചു വീടാണെങ്കിലും ഇവിടെ ബാത്റൂം സിസ്റ്റം ഞാൻ കാണിച്ചു കേട്ടോ. ഇത് ഹോസിട്ട വെള്ളം. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയില്ല അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് ഹോം സ്റ്റേ എന്നല്ല, ഇവരുടെ സ്വന്തം വീടാട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി ഈവനിങ് നമ്മൾ പരിപാടികളൊക്കെ കാണാം. അപ്പോൾ ഇവരിവിടെ ഇവരുടെ പഴയ സൗഹൃദം പുതുക്കുകയാണ്, അവരുടെ പഴയ കഥകളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സമയം എടുത്തതാട്ടോ. അതെൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടൈം ആയില്ലേ. അപ്പം ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങൾക്കുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അക്ഷരമുള്ള ഒരു മംഗ്ലീഷ് വാക്ക്, അതിൻ്റെ ഫസ്റ്റത്തെയും അവസാനത്തെ അക്ഷരവും രണ്ടാമത്തെയും നാലാമത്തെയും അക്ഷരവും ഒന്നാണ്. ഏതാണ് ആ വാക്ക്? വേഗം കമൻ്റായിട്ട് ഇട്ടോളൂ. നമ്മുടെ ഗീവ് അവേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ, മെയിനായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ലൈവിലൊരു ഗീവ് അവേ നടത്താം. നമ്മുടെ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ? മൈക്കോ എന്താ പരിപാടി? ഞാൻ കയ്യിൽ പിടിച്ചോളാം, സംസാരിച്ചോ.
എന്റെ പരിപാടി ഇനി ചായ കുടിക്കണം. ഇവര് നമുക്ക് ചായക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ചിപ്സ് ഫുഡ് റെഡിയാണ്. ഉമ്മച്ചിയുടെ ഒരു ചായ. അത് രമേഷ്ക നടക്കുന്നതായിരിക്കും. നിങ്ങൾ നടക്കുന്നതായിരിക്കും. എന്താ പരിപാടി? വെറൈറ്റി ആയിട്ടുള്ള ചൂടുകളല്ലേ ഇത്. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. രാത്രിക്ക് ഇരിക്കാൻ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയല്ലോടാ. നമുക്ക് നോക്കാം. കാരണം ഇതൊന്നും ലൈഫിൽ ഒറ്റ പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ വരുമോ ഇല്ലയോ അതുമല്ല, ആ വരുന്ന വഴിയിലൂടെ വണ്ടി എടുത്ത് വരാന് നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അത് എന്താ പരിപാടി? എന്താ പരിപാടി? അലി ചായ കുടിച്ചാ? അങ്ങനെ നമ്മള് ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഏലത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ പോവാണ്. ആസി എന്താ പറയല്ലേ? വേഗം പോ. ഓ പലതരത്തില് ചീവീട്. അതെ ഇതാട്ടോ ഏലത്തോട്ടം. ഏലത്തോട്ടം ഞാൻ ഫസ്റ്റ് ആട്ടോ ഇങ്ങനെ കാണുന്നത്. ആ ഇത് ഓക്കെ. ആ നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതാ അപ്പൊ നമ്മള് കുറച്ച് പിറകിലാണുള്ളത്. അസ്ബ ഹായ് പറ. ഹായ്. നമ്മള് പോക്കായി. എവിടെയാ പോകുന്നത്? അയ്യോ ഇവിടെ ഒരു മീൻകുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കാണാല്ലേ ആ മീൻകുളം. ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മീൻകുളമാണ്. പക്ഷെ അത് പൂട്ടി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ടോ അറിയില്ല. അങ്ങോട്ടേക്ക് പോകല്ലേ ചോട്ടല്ലേ? വലിയൊരു ഏലത്തോട്ടാട്ടോ. ഒരു 10 ഏക്കറോളം പരന്നു കിടക്കുന്ന ഏലത്തോട്ടമാണെന്നാ പറഞ്ഞത് ഇത്. അതെ ഇവിടെ ഇതാ ഇതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ ഈവനിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ടോപ്പിലെത്തിയിട്ട് നമ്മൾ വന്ന വഴിയാട്ടോ ഇത്. അപ്പോൾ ഇവര് ഓരോരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ നടന്ന് അല്ലേ ഹസി? അങ്ങനെ നടന്ന് പോവാണ്. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുമോ? ഇപ്പൊ തന്നെ ദാഹിക്കാനും തുടങ്ങി. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാണാം. അതെ അല്ലേ? പകുതി ദൂരം കടന്നു നടന്ന് കിട്ടില്ല. നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇത് വേറൊരു കുളമാണ്. വെള്ളമില്ല.
വെള്ളം കുറവുള്ള ഈ എലി വന്ന് ഈ കണ്ടിക്കും. എല്ലാരും വീശാൻ തുടങ്ങി. ഒന്ന് പിടിക്കോ എനിക്ക്, ഒന്ന് പിടിക്കാന്നെ, വെറുതെ ഒന്ന് താങ്ങ. ഓക്കെ. അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. അങ്ങനെ അങ്ങനെ ഇതാ കടക്ക് കിടന്ന് വാവ്. ഇതാണ് ബ്യൂട്ടി. ആസിയാതെ ടയർഡായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ടയർഡായിട്ട്. വെറും നല്ല വ്യൂ ആണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ വീഡിയോ ഇത്രത്തോളം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോൻ്റെ മുക്കാ ഭാഗവും ക്യാമറാമാനും അതിൻ്റെ അകത്തുള്ള ഡയലോഗും ഒക്കെ റെമിസ്ക്കാണ്. അപ്പോൾ റെമിസ്ക സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പരാതി പറയാറുണ്ടായിരുന്നു. അപ്പോൾ റെമിസ്കയുടെ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഞങ്ങളവിടെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും നല്ല കോട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കയറിയ സമയത്തുള്ളത് പോലെയുള്ളത് ഇപ്പം ഇറങ്ങുമ്പോൾ ഇവിടെ കാണാനില്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ അങ്ങോട്ടേക്ക് ഒന്നുകൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴുള്ള വീഡിയോ ഞാൻ അടുത്തതിനകത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഇത് താഴോട്ടേക്ക് ഇറങ്ങി പോവുകയാണ്. ഇവിടെ എത്തിയതിന് ശേഷം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ തീയൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കുട്ടികളും നമ്മളും എല്ലാവരും കൂടി ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ട്രിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഞാൻ ഉപ്പാനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉപ്പാക്ക് ഇവിടെ വന്നുകൂടായിരുന്നു. ഉപ്പ പശുവൊക്കെ ഉള്ളത് കാരണം വരാണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഉപ്പാക്ക് ഭയങ്കര മിസ്സായിപ്പോയി. കാരണം വെച്ചാൽ അത്രയും അടിപൊളിയായിരുന്നു. നമ്മളൊരു 3-4 ഡേയ്സ് അവിടെ നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് പോയത്. എന്നിട്ടും നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ചിക്കൻ കറി. ഫ്ലാഷ് ഇല്ലാത്തതുകൊണ്ടേ ചിക്കൻ കറി. പിന്നെ ഇവിടെ ക്ലാരിറ്റി കുറവായിരിക്കും. മെഴുക്ക് വരട്ടി എന്തല്ല പറയുന്നത്, ആസിയുടെ ചിക്കൻ കറി. ചിക്കൻ ഇവിടെ നമ്മൾ ഇത് നമുക്ക് കറി വെക്കാനും ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാനും ഹസ്ബൻഡ് അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ള എനിക്ക്, നമ്മളെ ലൈവും കഴിച്ച് ട്രക്കിങ് കഴിഞ്ഞു. ആസി കൊറേ പറഞ്ഞു വിറകടുപ്പില് ഫുഡ് ഉണ്ടാക്കണൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ ഫുഡ്
റെഡിയാവും. ഗ്യാസ് അടുപ്പാന്നല്ല ഞാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഗ്യാസ് അടുപ്പ് ചെയ്യുന്നത്. ഉടായിപ്പാണ് ഗൈസ്. ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ആൾക്കാര് ഉണ്ടോന്ന് നോക്കും. പക്ഷെ ഇവര് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെ. ഞാൻ പുറത്ത് അവര് കാണിച്ചു തരാം. അവര് തണുപ്പുള്ള സമയത്ത് തീയൊക്കെ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് തീ കായാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു സെറ്റപ്പെല്ലാം ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡെല്ലാം ആയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാല്ലേ. സാഹസതയോടുകൂടി ചിക്കൻ ഗ്രില്ല് ചെയ്യാനൊരു പരിപാടി നോക്കുകയാണല്ലേ. നല്ല രസമുണ്ട് ഇത് കാണാൻ. നമ്മള് ചിക്കൻ്റെ കറി പീസ് ടൈപ്പ് ഉള്ളത് എടുത്തിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് ചിക്കൻ വാങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. അപ്പൊ ഒന്ന് ഗ്രില്ല് ചെയ്യാന്ന് തോന്നി. രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല തണുപ്പത്ത് ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ അല്ലേ. അല്ല എല്ലാരും തീ കായാണ്. നല്ല തണുപ്പാണ്. രാത്രിയായി ഇപ്പം നല്ല തണുപ്പ്. ഇവിടെ നമ്മൾ ഫുഡെല്ലാം ഇപ്പോൾ റെഡിയാക്കി വെച്ച ഫുഡൊക്കെ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ മാറി. അങ്ങനെ വേണ്ട. അപ്പൊ എനിക്ക് എൻ്റെ ഓള് വാരത്തിരുന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ തീ കാഞ്ഞുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാല്ലേ. പിന്നെ എങ്ങനെയുണ്ട് ചിക്കൻ വറുത്ത? എങ്ങനെയുണ്ട്? നമ്മളിവിടെ ചൂട് കാണിട്ട് ഫുഡിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചെറിയൊരു മഴ ചാറുന്നുണ്ട്. പിന്നെതാ അവര് നമ്മുടെ ചിക്കൻ്റെ അടി ചിക്കൻ വെച്ച് ആസ്വദിച്ച് കഴിക്കാന്ന്. അടിപൊളിയാണെന്ന് അവര് പറഞ്ഞത്. അതൊന്നല്ല, അടിപൊളിയായി ടേസ്റ്റ്, അടിപൊളിയായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അതേ ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ളത് പോലെ ഒരു സർപ്രൈസ് ആയിട്ട് ഹൈ റേഞ്ചിലുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം മുമ്പേ വീഡിയോ കാണുന്ന സമയത്ത് അതിനകത്ത് കേക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ നല്ല ലുക്കിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ടേ ഡ്രസ്സൊക്കെ ഇങ്ങോട്ടേക്ക് നമുക്ക് ഇന്ന് ഇതാക്കല്ലേ. ഫ്രണ്ടിലേക്ക് വാ. എല്ലാരും ഉറങ്ങിയിട്ട് ഞാനും ഒന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഹൈ റേഞ്ചിൽ വന്നിട്ട് ബർത്ത്ഡേ പാർട്ടി കേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തടാ. Happy birthday to you. Happy birthday to you. Happy birthday dear Asi. Happy birthday to you. വയസ്സുപൂർത്തിയായ ആശയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.
റസിക്ക് കൊടുക്ക നീ അനിയൻ കട്ട് ചെയ്തു. എല്ലാരും ഉറങ്ങിയതാണ്. എല്ലാരും ഉറങ്ങിയെടുക്കുന്നത് എണീറ്റ് വരുന്നത് എല്ലാ ആൾക്കാരും. നീ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അറിഞ്ഞോണ്ട് ഡ്രസ് മാറ്റാഞ്ഞല്ലേ? അല്ല റെഡിയായൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നല്ലത് സത്യത്തിൽ ഒരുപാട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് സർപ്രൈസുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് എപ്പോഴും സർപ്രൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്നെ ഒരുപാട് ഹാപ്പി ആക്കാൻ അവരും ഫൽക്കയാലും എല്ലാവരും ശ്രമിക്കാറുണ്ട്. പക്ഷേ എനിക്കിതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നല്ല കൊടും തണുപ്പിലൊരു ഹൈ റേഞ്ചിലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല അവിടെ ഒരു കേക്ക് കൊണ്ടുവന്നിട്ട് റിമിസ്ക കട്ട് ചെയ്യും, ഇങ്ങനെ രാത്രി എനിക്ക് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് വരുന്നതെന്ന്. ഒരുപാട് സന്തോഷം എനിക്ക്. അതുപോലെ തന്നെ നമ്മൾ ആ ദിവസം ലൈവ് ഇട്ടപ്പോഴും പോസ്റ്റ് ഇട്ടപ്പോഴും ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും വിഷയമായിട്ട് ആദ്യത്തെ ബർത്ത്ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അൽഹംദുലില്ലാ അങ്ങനെ ഒരു വർഷം കൂടി കടന്നുപോയി. ഞാൻ എനിക്ക് സന്തോഷത്തിലൂടെ എനിക്കൊരു കുടുംബത്തെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ബർത്ത്ഡേ ഇവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ എന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് മുമ്പേ അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കിടന്നത് എന്നൊക്കെ ഉള്ളത്. അതുപോലെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്ത് കേക്ക് ഉണ്ടല്ലോ, അതെന്താ പിന്നെ കണ്ടിട്ടില്ലേ എന്നൊക്കെ. പക്ഷെ അതൊന്നും ഞാൻ എടുത്ത വീഡിയോ അല്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പുറത്തെ സൈഡിലൂടെ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ സൈഡിലൂടെ വന്നു, അവർ അപ്പുറത്താണ് ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. വല്ലാഹി ഞാനതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് ഒരു ഹോം സ്റ്റേ അങ്ങനെയുള്ളൊരു സ്ഥലമായിരിക്കും എന്നാണ്. ഇവിടെയൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ റൂമിലൊക്കെ ആണെങ്കിൽ നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഉണ്ടാവുമല്ലോ വീട്ടിനകത്തിടുന്ന, അതുപോലത്തെ ഡ്രസ്സായിരുന്നു ഞാൻ എടുത്ത് വെച്ചിരുന്നത്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇടാമെന്ന് കരുതി ഇങ്ങനത്തെ ഡ്രസ്സ്. പക്ഷെ എല്ലാവരും ഒന്നിച്ചിട്ടാണ് സ്റ്റേ എന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ വേറെ വഴിയില്ല, പുറത്തിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണിത്. ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് റിഷാക്ക നമ്മളോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ ഒരു ഹോം സ്റ്റേ ഉണ്ട് മൂന്നാറിൽ. അപ്പോൾ അവിടെ ഒരു 5-6 റൂമൊക്കെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, അവിടെ എത്തിയിട്ട് അറിയാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മൂപ്പരത് ഫണ്ണായിട്ട് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായത്. അതൊരു വീടായിരുന്നു, നല്ലൊരു ഫാമിലി താമസിക്കുന്ന, നമ്മുടെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ളൊരു ഫാമിലി. അവിടെ എന്താ പറയുക, അവരുടെ കൃഷിയും ഏലത്തോട്ടവും ഒക്കെ ആയിട്ട് അവർ താമസിക്കുന്ന ഒരു അടിപൊളി സെറ്റപ്പിലോട്ടേക്കായിരുന്നു നമ്മൾ പോയത്. ഒരു 150 വർഷം പഴക്കമുള്ള വീടാട്ടോ ഇത്. ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ, ഇങ്ങനെ പറയുക, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഇപ്പോഴും എന്താ പറയുക, മലമുകളിൽ നിന്ന് വെള്ളം കൊണ്ട് ഇങ്ങനെ മോട്ടറൊന്നും ഇല്ലാതെ പൈപ്പ് വഴി വെള്ളം കൊണ്ടുവരിക, അങ്ങനെയല്ലേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ്. സത്യത്തിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തായി പോയി എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മാക്സിമം കട്ട് ചെയ്തു കേട്ടോ. എനിക്ക് എന്നാലും ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ കാണേണ്ട ഭാഗങ്ങൾ കാണിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തുള്ളൊരു വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കണ്ടു നോക്കുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായി ഇനിയും വരാം. അതുവരേക്കും ബൈ.